അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. The respected President of Bahrain Kerala Samajam, Chairman of the Organizing Committee, Malayalam Mission President, Pravasi Bharatiya Samana Awardee and Loga Kerala Sabha Member, Sri P.V. Radhakrishna Pillai. കേരളത്തിൻ്റെ സമാദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഇന്ത്യൻ സ്ഥാനപതി ബഹുമാന്യനായ ശ്രീ വിനോദ് കെ ജേക്കബ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രിയങ്കരനായ ശ്രീ സജി ചെറിയാൻ, കേരള ചീഫ് സെക്രട്ടറി ശ്രീ ജയതിലക് IAS, മലയാളികളുടെ സ്വന്തം, മലയാളികളുടെ അഭിമാനം പത്മശ്രീ യൂസഫ് അലി MA, എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ വർഗീസ് കാരിക്കൽ, സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറായിട്ടുള്ള ശ്രീ P. ശ്രീജിത്ത്, നോർക്ക റൂട്ട്സ് ഡയറക്ടർ ശ്രീ OV മുസ്തഫ, ശ്രീ സുബൈർ കണ്ണൂർ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബഹറിലെ ഏതാണ്ട് 3 ലക്ഷത്തോളം വരുന്ന മലയാളികൾക്ക് ഇന്നൊരു സുദിനമാണ്. ഇതൊരു ആഘോഷ രാവാണ്. 1947 സ്ഥാപിതമായ ബഹറിലെ മലയാളികളുടെ പൊതുവേദിയായ ഈ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ എത്തുന്നത് 2ാം തവണയാണ്. അന്ന് മലയാളികൾ മാത്രമല്ല, ഈ രാജ്യവും അദ്ദേഹത്തിന് നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിൻ്റെ അലയൊലികൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾക്ക് അറിവുള്ളതുപോലെ കേരള സംസ്ഥാനം ഭരിക്കാൻ 10 വർഷത്തേക്ക് മാൻഡേറ്റ് ലഭിച്ച റെക്കോർഡ് സൃഷ്ടിച്ച ഈ മുഖ്യമന്ത്രി കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ശക്തനും നിശ്ചയദാർഢ്യമുള്ളതുമായ ഒരു മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹത്തിൻ്റെ വിമർശകർ പോലും സമ്മതിക്കും. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് 3 പ്രകൃതി ദുരന്തങ്ങളാണ് പ്രധാനമായും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. 2018 വിനാശകരമായ വെള്ളപ്പൊക്കം, 2020 കോവിഡ് എന്ന മഹാമാരി, പിന്നീട് 2024 ചൂരൽമല ലാൻഡ്സ്ലൈഡ്. ഇത് 3ഉം അസാമാന്യമായ സ്ഥൈര്യത്തോടെയും ധൈര്യത്തോടെയും നേരിട്ട മുഖ്യമന്ത്രി ലോകത്തിനൊരു മാതൃകയായി മാറി. കോവിഡും നിപ്പയും നേരിടുന്നതിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർക്കാർ മുന്നോട്ട് വെച്ച മാതൃക ലോകമെമ്പാടും ശ്ലാഘിക്കപ്പെട്ടു. അദ്ദേഹം പ്രവാസികളെ ചേർത്ത് പിടിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് മുഴുവൻ അദ്ദേഹം കാട്ടിയ സന്മനസ്സിന് നന്ദി പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. കോവിഡ് കാലത്ത് സ്വന്തം നമ്മുടെ നാട്ടുകാരെ, മലയാളികളെ മുഴുവൻ ചേർത്ത് പിടിച്ചതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളെയും അദ്ദേഹം ചേർത്ത് പിടിക്കുകയുണ്ടായി. യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടി ബഹറിൽ അകപ്പെട്ടുപോയ ആയിരക്കണക്കിന് ആളുകളെ നാട്ടിലെത്തിക്കുവാൻ 29 ഫ്ലൈറ്റുകൾ ചാർട്ടർ ചെയ്ത ബഹ്റൈൻ കേരള സമാജത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ആ സമയം മുഖ്യമന്ത്രിയുടെ ഓഫീസ് 24 മണിക്കൂറും പ്രവർത്തനക്ഷമമായിരുന്നു എന്നുള്ളതിന് ഞാൻ അനുഭവസാക്ഷിയാണ്. സുഹൃത്തുക്കളെ, CDSൻ്റെ കണക്ക് പ്രകാരം യുണൈറ്റഡ് നേഷൻസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 192 രാജ്യങ്ങളിൽ 182 രാജ്യങ്ങളിൽ മലയാളിയുടെ സാന്നിധ്യമുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ഭാഷ എത്തിക്കുവാൻ, അവിടെയൊക്കെ വിജയക്കൊടി പ്രാപിച്ച മലയാളികളുടെ അനുഭവ സമ്പത്തും ഉപദേശവും കേരളത്തിന് അനുഭവവേദ്യമാക്കി തീർക്കുവാൻ അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ സർക്കാർ മുന്നോട്ട് വെച്ച 2 ഇനിഷ്യേറ്റീവ്സാണ് കേരള മിഷനും ലോക കേരള സഭയും. ഇന്ന് 60-ൽ പരം രാജ്യങ്ങളിൽ ഇന്ത്യക്ക് പുറത്ത് മലയാളം മിഷൻ്റെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ലോകത്തിലെ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ശാഖ പ്രവർത്തിക്കുന്ന ഈ ബഹ്റൈൻ കേരളീയ സമാജത്തിലാണ്. ഇവിടെ 1600 കുട്ടികൾ മലയാളം പഠിക്കുന്നുണ്ട്. ബഹ്റിലൊട്ടാകെയുള്ള മറ്റ് ചാപ്റ്ററുകളായി 2500 കുട്ടികളാണ് മലയാളം പഠിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ തിരക്കിനിടയിലും പ്രവാസികളുമായി സംവദിക്കുവാനും അവരെ അഭിസംബോധന ചെയ്യുവാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും സമയം കണ്ടെത്തിയ
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ, മുഴുവൻ ജനാവലിക്ക് വേണ്ടി, ബഹറിലെ മലയാളികൾക്ക് വേണ്ടി, സമാജത്തിനു വേണ്ടി, സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പ്രവാസിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവൻ്റെ ഇമോഷണൽ കണക്റ്റാണ്, നാടുമായുള്ള ഇമോഷണൽ കണക്റ്റാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയും സംസ്കാരവുമാണ്. ഇത് രണ്ടും കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ബഹുമാനപ്പെട്ട ശ്രീ സജി ചെറിയാൻ. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വരവാണ് ബഹ്റൈൻ കേരളീയ സമാജത്തിലേക്ക്. അദ്ദേഹം എൻ്റെ അയൽ നാട്ടുകാരനാണ്. ഞാൻ സത്യസന്ധമായി ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ശ്രീ സജി ചെറിയാൻ. അദ്ദേഹം ഇന്ന് ഈ തിരക്കിനിടയിലും മുഖ്യമന്ത്രിയോടൊപ്പം ഇവിടെ എത്തിയതിൽ ഉള്ള ഞങ്ങളുടെ സന്തോഷം രേഖപ്പെടുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ സ്ഥാനപതി നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് പ്രിയങ്കരനാണ്, മലയാളിയാണ്. 1972 ഇവിടുത്തെ ആദ്യത്തെ മിഷൻ ആരംഭിക്കുന്നതെന്നാണ് എൻ്റെ അറിവ്. അതിനുശേഷം ആകെ 3 മലയാളികളാണ് ഇന്ത്യൻ അംബാസഡർമാരെ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ ശ്രീ വിനോദ് കെ ജേക്കബ് ഈ 2 വർഷത്തിനകം അദ്ദേഹത്തിൻ്റെ മുദ്ര ഈ നമ്മുടെ സമൂഹത്തിൽ പതിപ്പിച്ചു കഴിഞ്ഞു. ഇത്രയും ആക്സസിബിളായ ഒരു അംബാസഡർ നമുക്ക് ലഭിച്ചില്ല. മലയാളി അറിയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. വിദേശ സർവീസിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന, കഴിവ് തെളിയിച്ച ഒരു ഓഫീസറാണ് അദ്ദേഹം. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഇന്ത്യയുടെ പ്രതിനിധിയെ ജയിപ്പിക്കാൻ 1 മാൻ ആർമിയായി പ്രവർത്തിച്ച് വിജയം നേടിയ ആളാണ് ശ്രീ വിനോദ് കെ ജേക്കബ്. അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യൽസിൽ ധാരാളമുണ്ട്. പക്ഷേ ബഹ്റിനിലെ പൊതുസമൂഹത്തിന്, ഇന്ത്യൻ സമൂഹത്തിന് നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ശ്രീ വിനോദ് കെ ജേക്കബിനുള്ള നന്ദി ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ഭരണനിർവഹണ തലവൻ തീർച്ചയായിട്ടും നമ്മുടെ ക്യാബിനറ്റ് ചീഫ് സെക്രട്ടറിയാണ്. ഡോക്ടർ എ ജയതിലകനെ ഈ സംഘാടക സമിതിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ പ്രധാന ആകർഷണം ബഹുമാനപ്പെട്ട CM കഴിഞ്ഞാൽ അടുത്ത ആകർഷണം സംശയമൊന്നുമില്ല പത്മശ്രീ ഡോക്ടർ യൂസുഫ് അലി തന്നെയാണ്. ഇദ്ദേഹം ഏതാണ്ട് മിഡിൽ ഈസ്റ്റിൽ, അത് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ ഏതാണ്ട് 50 ലക്ഷത്തോളം മലയാളികളുണ്ടെന്നാണ് അനൗദ്യോഗിക കണക്ക്. ഈ 50 ലക്ഷം മലയാളികളുടെയും ഡിഫാക്ടോ നേതാവാണ് പത്മശ്രീ യൂസുഫ് അലി. അദ്ദേഹം വലിയ വലിയ ധനികനാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹം ഫോർബ്സ് മാഗസിനിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരൊക്കെ വരാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ പേരുകൾ വരുന്ന പലരുമുണ്ട്. ചെറിയ തുടക്കത്തിൽ നിന്ന് വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത പലരും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തനായി തൻ്റെ ധനവും തൻ്റെ സ്വാധീനവും തൻ്റെ പരിചയവും പിറന്ന നാടിൻ്റെ വികസനത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന അപൂർവം ആൾക്കാരിലൊരാളാണ് ശ്രീ MA യൂസുഫ് അലി. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഏറ്റവും മകുടോദാഹരണം ഈ ബിൽഡിംഗാണ്. നിങ്ങൾ നോക്കൂ, ബഹ്റൈൻ കേരളീയ സമാജത്തിന് ലോകത്ത് മറ്റൊരു മലയാളി സമൂഹത്തിനും ഇല്ലാത്ത തരത്തിലുള്ള ഈ കെട്ടിടം പണിയുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് ശ്രീ യൂസുഫ് അലി. അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പൈസ തരുമ്പോൾ ലുലുവിൻ്റെ ഒരു മാള് പോലും ബഹ്റിനിലില്ല. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടാതെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് പോലും പൈസ ഉപയോഗിച്ച് 100,000 ബഹ്റൈൻ ദിനാറാണ് ഈ കെട്ടിടം പണിയാനായി ശ്രീ യൂസുഫ് അലി തന്നത്. അത് ഇന്നത്തെ 2.5 കോടി രൂപ. അപ്പം അദ്ദേഹം ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ആവശ്യമാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബോധത്തിൽ നിന്നും ഉറച്ച തീരുമാനത്തിൽ നിന്നും ആണ് അത് സാധ്യമാക്കി തന്നത്. ഞാനിവിടെ നിന്നപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ആലോചിച്ചു. ഞാനിവിടെ ഇരിക്കുമ്പോൾ അച്ഛനിവിടെ ഇരിക്കുന്നു. മർത്തോമ ചർച്ചിലെ അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. ബഹുമാനപ്പെട്ട യൂസുഫ് അലിയോട് ഇവിടുത്തെ മർത്തോമ സഭയിലെ വിശ്വാസികൾ കൊണ്ട് ഒരു ആവശ്യം താങ്കളുടെ മുന്നിൽ ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് താങ്കൾക്ക് മാത്രമേ സാധ്യമാകൂ എന്നുള്ളതാണ് എനിക്ക് അറിയാവുന്നത്. അവർ വളരെ കഷ്ടപ്പെട്ട് ധാരാളം പൈസ പിരിച്ച് സന്നദ്ധിലെ ഒരു സ്ഥലം വാങ്ങിച്ച് കെട്ടിടം വെച്ചു. ഒരു വലിയ പള്ളി മന്ദിരം കെട്ടി. പക്ഷെ അതിന് ചില താൽക്കാലികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് അതിന് അനുമതി കിട്ടിയിട്ടില്ല. അത് തീർച്ചയായിട്ടും താങ്കൾ സാധിച്ചു കൊടുക്കുക, താങ്കളെ കൊണ്ടേ അത് സാധിക്കുകയുള്ളൂ എന്ന് ഉത്തമ വിശ്വാസമുള്ള ഒരാളാണ്. ഞാൻ ഈ സദസ്സിന് മുന്നിൽ വെച്ച് മർത്തോമ സഭയ്ക്ക് വേണ്ടി ഇവിടുത്തെ അച്ഛനിവിടെ ഉണ്ട്. അച്ഛന് എന്നോട് നേരത്തെ പറഞ്ഞ അച്ഛൻ എങ്ങനെയെങ്കിലും യൂസുഫ് സാറിനെ കാണാൻ ഞാനത് അവതരിപ്പിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ വെച്ച് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അതിനൊരു മറുപടി പറയും. അതെനിക്ക് നന്നായി അറിയാം. സുഹൃത്തുക്കളെ, ഞാൻ അധികം നീട്ടുന്നില്ല. നമുക്ക് കിട്ടിയ എന്താ പറയുക, ഒരു വലിയ ഭാഗ്യമാണ് യൂസുഫ് അലി. ഞാൻ അദ്ദേഹത്തെ ഇരുത്തി പോരുത്തുന്നതല്ല. കാരണം ധാരാളം അത് പറയാൻ എനിക്ക് സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ധാരാളം ഇടങ്ങളിൽ ഏത് രാത്രിയിലും അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹത്തെ ലഭിക്കും.
കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് എല്ലാ ദിവസവും, അത് ഈ ലണ്ടനിലായിരുന്നു, എല്ലാ ദിവസവും വൈകുന്നേരം 8 മണിയാകുമ്പോൾ എനിക്കൊരു കോൾ വരും. അദ്ദേഹം നേരിട്ടാണ് ലൈനിൽ വരുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്വീകരണ പരിപാടി എന്തായി എന്നുള്ളത്, ഇതിൻ്റെ ഓരോ നടപടിക്രമങ്ങളും അദ്ദേഹം എല്ലാ ദിവസവും വീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇതിന് അറിയാമല്ലോ, ഇതിന് കുറേ ചിലവൊക്കെ ആയിട്ടുണ്ട്. അത് അദ്ദേഹം വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് എനിക്ക് നന്നായി അറിയാം. അത് പിന്നെ അപ്പോൾ അത് പക്ഷേ ഇതൊക്കെ ഇത്രയ്ക്ക് സ്വാതന്ത്ര്യത്തോട് പറയാൻ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ആണ് അദ്ദേഹം. അപ്പോൾ അത് പിന്നെ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ എനിക്കിവിടെ പറയേണ്ട ഒരു കാര്യം, നമ്മുടെയൊക്കെ ഏറ്റവും അഭിമാനം എന്ന് പറയുന്നത്, ബഹ്റിൻ്റെ അഭിമാനം എന്ന് പറയുന്നത് ഡോക്ടർ രവി പിള്ളയാണ്. ഡോക്ടർ രവി പിള്ള നോർക്ക റൂട്ട്സിൻ്റെ ഡയറക്ടറാണ്. തന്നെയുമല്ല, അദ്ദേഹം നമ്മൾ ഈ സമാജത്തിന് അദ്ദേഹം ചെയ്യുന്ന സംഭാവനകൾ നമുക്ക് പിന്നെ പറയാൻ വാക്കുകളില്ല. പക്ഷേ അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരു അസൗകര്യം കൊണ്ടാണ് ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കാത്തത്. കാരണം മുഖ്യമന്ത്രിയുടെ വരുന്ന നിർബന്ധമായും അദ്ദേഹം പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ ഒഴിച്ചുകൂടാനാവാത്ത വ്യക്തിപരമായ ഒരു അസൗകര്യം കൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാത്തത്. അദ്ദേഹത്തിൻ്റെ ആശംസ സന്ദേശം നമുക്ക് അയച്ചെന്നുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അദ്ദേഹം നടത്തുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ സംഘാടക സമിതിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ശ്രീ പി ശ്രീജിത്താണ് അതിന് നേതൃത്വം നൽകിയത്. സുബൈർ കണ്ണൂരുണ്ട്. ധാരാളം ആളുകളുടെ ശ്രമഫലമാണ് ഇന്നത്തെ ഈ മഹാസമ്മേളനം. അത് തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. ഇത് സഹായിച്ച എല്ലാവരും നന്ദി പറഞ്ഞു. ഒരു കാര്യം കൂടി, സ്നേഹപുരസ്സരം ഞാൻ ആവർത്തിക്കുകയാണ്. നമ്മൾ വേറൊരു രാജ്യത്താണ് ജീവിക്കുന്നത്. ദയവേത് മുദ്രാവാക്യങ്ങൾ മുഴക്കരുത്. അത് പിന്നെ അതിനുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വീണ്ടും പറയുന്ന പോലെ നമ്മൾ കൈകൊട്ടി നമ്മുടെ മുഖ്യമന്ത്രിയോട് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനുള്ള സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുക. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു.